ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കൂട്ടായ്മയിൽ വമ്പൻ വിള്ളൽ. ഉൽപാദനം വെട്ടിക്കുറയ്ക്കാനുള്ള ഒപ്പക്കിന്റെ മേൽക്കോയ്മയ്ക്ക് തന്ത്രപരമായിട്ടുള്ള ഒരു ചെക്ക് വച്ചിരിക്കുകയാണ് UAE. ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധിക്കിടയിൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒപ്പക്കിൽ നിന്നും ഒപ്പക് പ്ലസിൽ നിന്നും തങ്ങൾ പൂർണ്ണമായി പിന്മാറുകയാണെന്ന് UAE പ്രഖ്യാപിച്ചിരിക്കുന്നു. രാജ്യാന്തര എണ്ണ വിപണിയിൽ മറ്റാരുടെയും കീഴല്ലാതെ ഇനി സ്വന്തം കളി കളിക്കാനാണ് UAEയുടെ ഉറച്ച തീരുമാനം. മെയ് 1 മുതലാണ് ഈ ചരിത്രപരമായിട്ടുള്ള തീരുമാനം പ്രാബല്യത്തിൽ വരികയെന്ന് UAE ഊർജ്ജ മന്ത്രാലയം ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞു. ഉൽപാദന നയവും ദേശീയ താൽപര്യവും മുൻനിർത്തിയാണ് ഈ അപ്രതീക്ഷിത പിന്മാറ്റം. ഒപെക് പ്ലസ് തീരുമാനപ്രകാരം UAEക്ക് നിലവിൽ പ്രതിദിനം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് 30 ലക്ഷം ബാരൽ എണ്ണയാണ്. എന്നാൽ അവരുടെ യഥാർത്ഥ ശേഷി 40 ലക്ഷം ബാരലാണ്. 2027 ആകുമ്പോഴേക്കും ഉൽപാദനം 50 ലക്ഷത്തിൽ എത്തിക്കുക എന്നതാണ് UAEയുടെ ദേശീയ എണ്ണ കമ്പനിയായ അഡ്നോക്കിന്റെ വലിയ ലക്ഷ്യം. ഒപ്പക്കിൽ തുടർന്നുകൊണ്ട് മറ്റ് അംഗങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി ഉൽപാദനം വെട്ടിക്കുറച്ചാൽ ഈ ലക്ഷ്യം ഒരിക്കലും നേടാനാകില്ല എന്ന് UAEക്ക് ഉറപ്പായി. 1967 UAE ഒപ്പക്കിൽ ചേർന്നത്. നിലവിൽ സൗദി അറേബ്യയ്ക്കും ഇറാഖിനും ശേഷം ഒപ്പക്കിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ഉൽപാദക കയറ്റുമതി രാജ്യമാണ് UAE. ഉൽപാദന നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് ഒപ്പക്കിനുള്ളിൽ കഴിഞ്ഞ കുറച്ച് കാലമായി വലിയ തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഈ പടലപ്പിണക്കങ്ങൾക്കിടയിലാണ് UAEയുടെ പടിയിറക്കം. ഇതിനു മുൻപ് 2016 ഇന്തോനേഷ്യയും 2019 ഖത്തറും ഒപ്പക് വിട്ടിരുന്നു. പിന്നാലെ ഇക്വഡോറും അഗോളയും അംഗത്വം ഉപേക്ഷിച്ചിരുന്നു. ഇപ്പോൾ വമ്പന്മാരായിട്ടുള്ള UAE കൂടി പോകുന്നതോടെ ഒപ്പക്കിന്റെ അടിത്തറ അക്ഷരാർത്ഥത്തിൽ ഇളകുകയാണ്. ഹോർമൂസ് പ്രതിസന്ധി കാരണം എണ്ണ കയറ്റുമതി തടസ്സപ്പെട്ടിരിക്കുന്ന ഈ സമയത്താണ് UAEയുടെ ഈ ഒരു നാടകീയ നീക്കം എന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല 2050 നെറ്റ് സീറോ എമിഷൻ എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ UAEക്ക് ശതകോടികളുടെ നിക്ഷേപം ആവശ്യമുണ്ട്. ഇതിനായി തങ്ങളുടെ മുഴുവൻ ശേഷിയും ഉപയോഗിച്ച് എണ്ണ വിറ്റ് മൂലധനം കണ്ടെത്തേണ്ടതുണ്ട്. ഹോർമൂസ് പ്രതിസന്ധി മാറി UAE സ്വന്തം നിലയ്ക്ക് ഉൽപാദനം കൂട്ടിയാൽ വിപണിയിലേക്ക് കൂടുതൽ എണ്ണ ഒഴുകുകയും സ്വാഭാവികമായും ആഗോള എണ്ണ വില താഴുകയും ചെയ്യും. ഇത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് വലിയ ആശ്വാസമാകുമെങ്കിലും എണ്ണ ഉൽപാദക രാജ്യങ്ങൾക്കിടയിൽ വലിയൊരു സാമ്പത്തിക യുദ്ധത്തിന് ഇത് വഴി തുറക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ഒപ്പക്കിലെ ഈ കൊഴിച്ചിലിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഒരുപക്ഷെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയായിരിക്കും. എണ്ണവില കൃത്യമായി പെരുപ്പിക്കുന്ന സംഘടനയാണ് ഒപ്പക് എന്ന് അദ്ദേഹം മുൻപ് കടുത്ത ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട്. UAEയുടെ പിന്മാറ്റം ട്രംപിന്റെ വാദങ്ങൾക്ക് വലിയൊരു ബലവും നൽകുന്നുണ്ട്. ചുരുക്കത്തിൽ UAEയുടെ കൊഴിഞ്ഞുപോക്കോടെ ഒപ്പക്കിന്റെ ശക്തിയും വിശ്വാസതയും ദുർബലമാകുമ്പോൾ രാജ്യാന്തര എണ്ണ വിപണിയിൽ അമേരിക്കയ്ക്ക് വലിയൊരു മേൽക്കൈ ലഭിക്കുകയാണ്. ഒപ്പക്കിന്റെ അടുത്ത യോഗം ഒരു യുദ്ധക്കളമായി മാറിയേക്കാം എന്നതിൽ സംശയമില്ല. ആഗോള എണ്ണവില ഇനി എങ്ങനെ മാറിമറിയും എന്നത് കാത്തിരുന്ന് തന്നെ കാണണം. ന്യൂസ് ഡെസ്ക് മലയാളം.